ഞാൻ താൻ വാങ്ങി വെച്ച ഫുഡ് കഴിച്ചാൽ മതിയല്ലോ. ഹാ, കഴിക്കണ്ട. അതെന്താ പിന്നെ താനെന്തിനാ വാങ്ങിച്ചേ? അതെ, കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല സന്തോഷത്തോടെ കഴിക്കണം. മുഖം ഇങ്ങനെ വെച്ചിട്ട് കഴിക്കണ്ട. പിന്നെ മുഖം എങ്ങനെ വെക്കണം? നല്ല ചിരിയോടെ സന്തോഷായിട്ട് വെക്കണം. അങ്ങനെ കണ്ടാ മതി. ഇങ്ങനെ മതിയോ? അയ്യേ, ബോറ്. ഇങ്ങനെയോ? ഇതും കൊള്ളില്ല. പിന്നെ എങ്ങനെയാ? അതെ, അറിയാതെ വരുന്നൊരു കള്ളച്ചിരിയുണ്ട്, അതുപോലെ. ആ ആ ഇതന്നെ എനിക്ക് കാണാൻ ഇഷ്ടം. എന്നാ പിന്നെ പറയണ്ടേ? ഇതെപ്പോ വേണേലും ഞാൻ ചിരിക്കുമല്ലോ. കഴിച്ചോ. ഞാൻ ചെയ്തത് ശരിയല്ലേ? ഇത്രയും കാലം നമ്മുടെ മോളെ സംരക്ഷിച്ച കണിമംഗലത്തിനൊരാപത്ത് വരുമ്പോ അവരെ സഹായിക്കേണ്ടതല്ലേ? നമ്മുടെ മോളെ വളർത്തിയവര്, അവളെ മരുമകളായി ഒരു വലിയ കുടുംബത്തിലേക്ക് സ്വീകരിച്ചവര്, അവരൊക്കെയായിരുന്നു അവളുടെ താങ്ങും തണലും. 2 ദിവസത്തിനുള്ളിൽ എല്ലാ സ്വത്തുവകകളും രാധികമോളുടെയും വരുണിന്റെയും പേരിലാക്കുക. അത് കഴിയുമ്പോൾ വലിയൊരു കടമ ചെയ്ത് തീർത്ത സന്തോഷം എന്റെ മനസ്സിനുണ്ടാവും. അഖിൽ സാറിനും അതെ. നമ്മള് നമ്മുടെ മോളോട് പ്രായശ്ചിത്തം ചെയ്യുക. ദേവനാരായണൻ തിരുമേനിക്കും യശോദയ്ക്കും ഉള്ളത് പ്രത്യേകം മാറ്റിവെച്ചിട്ടുണ്ട്. അഖിൽ സാറിന്റെ ആത്മാവ് മോക്ക് കാവലുണ്ടാവണം എപ്പോഴും. അഖിൽ സാറിനോട് എല്ലാം ഒന്ന് പറയായിരുന്നു. പറയാതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നന്നായി ശ്യാമേ. കണിമംഗലത്തിന്റെ കാര്യത്തില് ശ്യാമയുടെ തീരുമാനം വളരെ നല്ലതാ. ഇപ്പൊ അവര് വീണ പടുകുഴിയിൽ നിന്ന് ഒന്ന് കൈ പിടിച്ചുയർത്തി കൊടുത്ത ആ കുടുംബത്തിന്റെ സ്നേഹം മുഴുവൻ രാധികമോക്ക് കിട്ടും. എന്നെന്നും ഒരു കടപ്പാടോടെയായിരിക്കും അവര് രാധികമോളെ ഓർക്കുന്നത് തന്നെ. അവരെന്റെ മോളെ സ്വീകരിച്ചതിനുള്ള കടപ്പാട് എന്ത് ചെയ്താലും തീരില്ല എടുത്തേ. പിന്നെ ഇത് എന്നായാലും അവക്ക് കരുതി വെച്ചിരിക്കുന്നതല്ലേ. ഇനിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ അടുക്കള വാതിലൊന്ന് അടച്ചിട്ട് വരാം. കുറച്ച് ജോലിയുണ്ട്. എനിക്ക് അഡ്വക്കേറ്റിനെ ഒന്ന് വിളിക്കണം. ശരി.
ഹലോ മാഡം, ആ എന്തായി സാർ രജിസ്ട്രേഷന്റെ കാര്യം? ഞാൻ രജിസ്ട്രാറെ കണ്ടിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നാളെ അവധിയാ. മറ്റന്നാൾ രജിസ്ട്രേഷൻ നടത്താം. മാഡം ബിസി ആയിരിക്കില്ലല്ലോ? ആ ഇല്ല, മറ്റന്നാൾ തന്നെ രജിസ്ട്രേഷൻ വെച്ചോളൂ. എനിക്കിപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും ഓക്കെ മാഡം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വാതിലടിച്ചിട്ട് വരാവേ. ഉമ്മറ വാതിലടയ്ക്കാൻ എപ്പോഴും മറക്കും. ഒരനുഭവം ഉണ്ടായിട്ടും പഠിച്ചില്ലെന്നല്ലേ ആൾക്കാർ പറയൂ. ഏടത്തി അടച്ചത് ഞാൻ തുറന്നതാ. ആഹാ, എല്ലാ വാതിലും അടച്ചിട്ടപ്പോ ഒരു ജയിൽ മുറിയിൽ കിടക്കുന്ന പോലെ തോന്നി. എന്തായാലും ഇന്ന് കള്ളന്മാരൊന്നും ആകെ കയറിയിട്ടില്ല. ശ്യാമ കിടക്കുന്നില്ലേ? ആ ഞാൻ കിടക്കാൻ പോവാ ഏടത്തി. ശരി. ശരി.